രണ്ട് കാലിന് നടക്കരുതാവും എനിക്ക് വേഗം വിടാതെ വീട് ആ പൂട്ടിയിട്ടുണ്ടല്ലോടാ ആ പൂട്ടിയിട്ടുണ്ടല്ലോ അവന്റെ നമ്പറാണ് നീ പൂട്ടിട്ടാ നീ ഒളിച്ചിരിക്കണോ സത്യമായിട്ട് ആടില്ല. പിന്നെ അവിടെ പോയി ഓല് ഇന്നലെ ആരുമായിട്ട് അടിയുണ്ടായിനി. അപ്പൊ ഓലിക്കെതിരെ കേസ് കൊടുക്കാൻ ആശുപത്രി ആരുമായിട്ടല്ല എന്റെ അച്ഛനാണ് അവൻ തല്ലിയത്. അവൻ രണ്ട് കാലില് നടക്കൂല. അവൻ ആശുപത്രി കിടക്കുക വെറുതെ കിടക്കണ്ട. അവന്റെ കയ്യും കാലും തല്ലി പിടിക്കാം. ആശുപത്രികളാ ആ മെഡിക്കൽ കോളേജിൽ അവിടെ പോയി തല്ല. രണ്ടാളെ ജയിലിൽ പോയ മനുഷ്യനാ നിൽക്കുന്നത്. ഇന്നലെ ജാമ്യം ഒരു കയ്യഞ്ഞ് പൊങ്ങരുത് ഒരുത്തന്റെ അടുത്ത്. നീ ഞങ്ങടാ ഞാനും അതേ ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യയുണ്ട്. ഇന്ന് പ്രസവത്തിന്റെ ഡേറ്റാ. അപ്പൊ ഞാൻ എത്തിയിട്ട് കൊടുക്കാം പോലെ അമ്മയമ്മ എല്ലാം ഉണ്ടാടാ. എവിടെ അടി കിട്ടിയത് എനിക്കല്ല, ആ പ്യാരയുടെ തന്തയ്ക്കാണ്. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ആശുപത്രിയിലുണ്ട്. ശരി ഓക്കെ. അത് സത്യട്ടാ, സത്യത്തിൽ എന്താ സംഭവം? ഇപ്പൊ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കൂലേ? പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. വേണ്ടേ? പിന്നെ അറിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോ അത് കേൾക്കണം. ഈ പ്യാരയുടെ തന്ത കേൾക്കൂല. അതാ, അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല. നമ്മൾ നിൽക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം. എന്റെ ഈ പെരുവിരൽ നിന്ന് തുടങ്ങിയ ഒരു തരി കേട്ടപ്പോ എനിക്ക് ധരിച്ചു വരിക. ഒന്നും നോക്കില്ല, കൂട്ടത്തോരാണ്. ഒരെണ്ണം കൂടെ കൊടുക്കണേ. എന്തിനടോ ഒറ്റടിക്ക് വീണില്ലേ താഴെ? സത്യയുടെ കയ്യിലെ പവർ എനിക്കറിയാം. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കേസ് കൊടുത്ത എന്തായാലും നന്നായി. അതെ, ആ പ്യാരിയില്ലേ, അവനും കൂടി ഒരെണ്ണം കൊടുക്കണം. പ്യാരിയും ടീമും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിരിക്കണേ. കൂടെ ആ ഗുണ്ട സുഗതനുണ്ട് ജയിലിൽ നിന്ന് വന്നേ. സത്യേണ്ണ കാണാൻ വരുന്നതാണ്. കാണാൻ വരുന്നല്ലേ, ഇപ്പൊ ഒരു ചുക്കും ചെയ്യാണ്ടല്ലോ ഇവിടെ വന്ന് കിടക്കണത്. ഉടായ്പ കാണിച്ച് കിടക്കല്ലേ. ഓര് വന്ന് പെരുമാറുമ്പോ ശരിക്കും അഡ്മിറ്റ് ആവണ്ടേ. ഇങ്ങോട്ട് വരട്ടെ ഇവിടെ കൊടുക്കാലോ. എന്ത് വർത്താനാണ് വേവേട്ട് നിങ്ങൾ പറയണത്? ധീരന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ. നമ്മള് നേരിടും. ചോര കണ്ട പേടിക്കുന്ന ചങ്ങായി അത്. ഇയാളെ വർത്താനം കേട്ട് നിങ്ങൾ ഈ ഉടായ്പ കയറലിട്ടോ. തടി ഓര് എന്തൊക്കെ ആയുധമാണ്, കൊടുകാളാണോ വടിവാളാണോ എന്തൊക്കെ ആയിട്ടാണ് വരിക നമുക്ക് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ആയുധമായിട്ട്? തല ഉണ്ടാവൂല, ഞാൻ പറഞ്ഞല്ലോ. വേണ്ട, ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. എന്നാ നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോയാലോ? തമിഴ്നാട്ടിൽ ഇവിടെ എവിടെയും മാറി നിൽക്കാം. തൽക്കാലം മാറാം അല്ലേ? തമിഴ്നാട്ടിൽ ഈ MGR ആണ്. നടന്നോളൂ. അത് ഈ സത്യശീലിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ. ഈ സത്യശീലിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ വന്ന ഒരു തല്ലി കേസ് എന്തായിട്ട് ഒന്തമാക്കൂലി. അത് 4th ഫ്ലോർ 4ാമത്തെ. എത്ര റൂം ഏതാ? 602. 602. താങ്ക് യു സാർ. എങ്ങനെ പോണത്? ചേട്ടാ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഇവിടെ തിരിഞ്ഞങ്ങ് പോയാൽ മതി. ഈ സൈഡിലാ? തല്ലാൻ വന്നതിന് കൂട്ടുവാ കല്ല് കാണാ. അതുകൊണ്ട് ചാവാനാ. വിടരുത് സുധേട്ടാ. നീ മാറിക്കോ. എന്റെ ഇടയിൽ നീ മാറിക്കോ. നീ എന്തിനാ കൂടെ വരണേ? നീ മാറണ്ട, നീ നമ്മളാണ്. നീ എന്തിനാ കൂടെ വരണേ? 3 ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങണ്ടോ? അതെ, ഇതെല്ലാം മോളിക്കുള്ളവരാ. കയറാറുണ്ട് കയറ്. ഇല്ലേ? എന്താ എല്ലാരും കെട്ടിപ്പിടിച്ചേക്കണ? അതിന്റെ ഉള്ളിൽ തണുപ്പുണ്ടോ? പേഷ്യന്റ് ആണേ. ഒന്ന് അങ്ങനെയും സഞ്ചി ഉണ്ട്. എന്റെ ഉണ്ട് ഒരു സഞ്ചി. ആൾക്കാർക്ക്
ഞാൻ ഈ ഹോസ്പിറ്റൽ ഡോക്ടർ ഓടിപ്പണി കാര്യം പോയിക്കോളെ. ഇത് എത്തിയതല്ല അല്ല 3-ൽ 4 ലിഫ്റ്റ് നിന്നോയതാ. പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട. കറണ്ട് പോയിട്ട് നിന്നതാ. ജനറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലിഫ്റ്റ് പോയിക്കോളും. നിന്ന് പോയതാണ് ഒന്ന് നിർത്തങ്ങളെ ആർച്ചവെള്ളാണ് ഞാൻ എനിക്ക് ശ്വാസം മുട്ടിട്ടോ തുറക്കേ. അത് നിങ്ങൾ എന്തായി കാണിക്കണത്? എങ്ങനെയെങ്കിലും ഇവിടുത്തെ രക്ഷപ്പെടാനല്ല നോക്കണം. അതിനോട് അടിയിലാക്കണ വേണത്. നിങ്ങൾ ആരെങ്കിലും വിളിക്കേ ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു. അല്ല വിളിച്ചിട്ട് പോകൂല പെങ്ങളെ. കണ്ടോ റേഞ്ച് ഇല്ല. ഈ ലിഫ്റ്റിനുള്ളിൽ ഫോൺ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ വർക്ക് എന്റെ പറഞ്ഞ ഞാനാണോ ഇതിനകത്ത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒന്നും ഇല്ല. കുറെ കാലമായിട്ട് എങ്ങനെ പോകുന്ന ലിഫ്റ്റാ. പോവും വരും. എന്താ ഭാര്യന്റെ പേര്? ബിജിന. ആ ബിജിനക്ക് അനശേഷം കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. 4ലേക്ക് എത്തണം ഞാൻ. എനിക്കറിയാം നിങ്ങൾ ടെൻഷൻ ആവണ്ടിരിക്കും. ഒന്ന് ഇത്തിരി നേരം ക്ഷമയുടെ കാത്തിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങള് ഹലോ ആരെങ്കിലും ഉണ്ടോ? ഹലോ ലിഫ്റ്റ് നിർത്തിയിരിക്കണെന്ന് പറഞ്ഞില്ലേ? ജനറേറ്റർ ഇവിടെ എത്ര നേരം പിടിക്കണം? ഇപ്പൊ ഡോക്ടർ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്ന് ഉറക്ക കൂവി എന്നാ കുഴപ്പം. ആരെങ്കിലും കേട്ട് വരികയാണെങ്കിൽ നമുക്ക് ജനറേറ്ററിനുള്ള സമയം കഴിഞ്ഞില്ലേ? ജനറേറ്ററിൽ റേഞ്ച് കിട്ടൂല. അമ്മേനെ കാണണോ? സുഹൃത്തെ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും. ഭാര്യന്റെ ആദ്യത്തെ പ്രസവ ആ കുഞ്ഞിച്ചിരി കാണാണ്ട് ഞാൻ ചത്തുവല്ലോ. സുഹൃത്തെ ഭാര്യയുടെ പ്രസവം എടുക്കുന്ന ഡോക്ടറാ ഞാനല്ല പറഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും. റേഞ്ച് കിട്ടൂല ഞാൻ പറഞ്ഞല്ലോ. പേടിക്കാതിരിക്കേ ശരിയാവും. അതെ അതെ ഇതിപ്പോ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റും ഒരു വഴിയില്ലല്ലേ? നിങ്ങൾ പേടിക്കാണ്ടിരിക്കേ. എന്ത് കുഴപ്പം തോന്നുന്നു? അതെ ടെൻഷൻ കൊണ്ടാണ്. കുഴപ്പമില്ല. ചൂടുള്ള ചൂടുള്ള പറയേണ്ട ചൂടുകളാണ്. നോക്കി നോക്ക്. അതെ എല്ലാരും ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാം. ആരുടെങ്കിലും മൊബൈലിൽ പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് വെച്ചോളൂ. ഒരു ആശ്വാസം കിട്ടും. നെറ്റ് കൊണ്ടേ റേഞ്ച് ഇല്ലല്ലോ. ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു യുഗ്മഗാനമുണ്ട്. അത് വെച്ചുതരാം. അപ്പോഴേക്ക് ശരിയാവും. പാട്ട് കേട്ട് ഇതിന്റെ ഉള്ളിലൊക്കെയാണ് അടുത്ത റബ്ബേ സിനിമാ പാട്ട് വെച്ചേക്കണ അന്നാ പുറത്തു കൊടുക്കാം. റബ്ബേ അതിന്റെ ഉള്ളിന്ന് പുറത്തു അല്ല മൊയ്തീമാനൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങളെന്തിനാ കരയണേ? എക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് എങ്ങക്കൊരു സഞ്ചിയെങ്കിലും ചോദിക്കാന് ഇത് ചോദിക്കാൻ പറ്റോ? മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ടാ ഞാൻ അസുഖമല്ല. സ്ഥലം മുറ്റുള്ള വീട് തന്നെ ഇപ്പൊ എങ്ങനെ പിന്റെ പുറത്തേക്ക് ഇറങ്ങല് ഉണ്ടായിരിക്കുക. La 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 la
കാണൂല്ലല്ലോ ഈ ഒക്കെ കഞ്ചാറാളുടെ താടിയും വെച്ചിട്ട് ഇന്ന് കരമിണ്ടാക്കടോ. യെസ്, സൂപ്രണ്ടാണ്, പറഞ്ഞോളൂ. സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അത് എത്തും. ഓക്കെ, ഇരിക്കൂ. പറയൂ. ഒരു വിഷയമുണ്ട്. എന്താ കാര്യം? മൊയ്തു ഡോക്ടർ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? ഡ്യൂട്ടി ഇല്ലേ? ഡ്യൂട്ടിയിലുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായതാണ്. പിന്നെ ഡോക്ടർ ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്തു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നിങ്ങൾ ഫോൺ ചെയ്ത് നോക്കിയോ? ഫോൺ ചെയ്ത് നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിലേക്ക് വിളിച്ചു നോക്കി. നിങ്ങൾ ടോയ്ലറ്റിലും ഹോസ്പിറ്റലിലും കൂടെ സെർച്ച് ചെയ്തു? ഈ ഹോസ്പിറ്റലിൽ നോക്കാൻ സ്ഥലമില്ല. കാർ പാർക്കിങ്ങിൽ നോക്കി. ഞങ്ങൾ വാട്ടർ ടാങ്കിന്റെ അവിടെ വരെ നോക്കി. പിന്നെ ഡോക്ടർ ഇത് എവിടെ പോയി? ഒരു പിടുത്തമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ഡോക്ടർ അറേഞ്ച് ചെയ്യൂ. വേറെ ഡോക്ടറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഡോക്ടറെ കാണണ്ടേ? എന്നാലും ഡോക്ടർ ഇത് എവിടെ പോവാനാ? എല്ലാരും നീയോട്ട് കാക്കണല്ല. അറിയില്ല പൈതങ്ങളാണ് റബ്ബേ. ഞാൻ എന്തിനാന്ന് ഇതിന്റെ അകത്ത് കാര്യം ഉണ്ടാതിരിക്കടോ. ആരെങ്കിലും ഒന്ന് വീശി തരുമോ? എന്തുകൊണ്ട് വീശാനാണ്? ആരാടാ മലമ്പാടിനൊക്കെ തല്ലാൻ കൊണ്ടെന്ന്? എന്റെ ഓള് പ്രസവിച്ചിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ. നിന്റെ ഭാര്യയുടെ പേരെടുക്കലാണ് എനിക്ക് പണി. നിന്നോട് പറഞ്ഞ അള്ളി പിടിച്ച് കേറലേ സുഹൃത്തെ, എന്താണ് അയാളുടെ ടെൻഷൻ നിങ്ങൾക്ക് അറിയോ? എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. ഉണ്ടാണക്ക് നിങ്ങൾക്ക് എന്താ ടെൻഷൻ? അയാളുടെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുക. റബ്ബിനോട് പറയും. എന്റെ ടെൻഷൻ എന്താണ് ഡോക്ടർക്ക് അറിയോ? എന്താ സൂതേട്ടാ? അയ്യോ എന്താ പറ്റിയ? എന്താ സൂതേട്ടാ? ആശാനൊരു ആഗ്രഹമായിരുന്നു അടി നടക്കുമ്പോൾ മരിക്കണമെന്ന്. വീരചരമം. അതെ, പ്രഷർ കുറഞ്ഞതാണ്. ആർത്തി ഗുളികയുണ്ടോ? പ്രഷറിന്റെ ഗുളികയുണ്ടോ? പേടിക്കണ്ട. അതെ, ആ വെള്ളം വെള്ളം മൂടിലേക്കാക്കും. ആ വെള്ളം കൊടുക്കുവാൻ ഡോക്ടർ ഒന്നരക്കും തന്നെ എന്തെല്ലോ എന്തിനാണ് ഗുളിക ഇറങ്ങില്ലേ? ഗുളിക ഇറങ്ങില്ലേ? പ്രശ്നം പ്രശ്നം ഒന്ന് വീശി കൊടുക്കും, ഒന്ന് വീശി കൊടുക്കും. ഒന്ന് ആശ്വാസം കൊടുക്ക്. കുഴപ്പമില്ല കേട്ടോ. ശരിയായിക്കോളും. കുഴപ്പമില്ലല്ലോ. കിടക്കണ. ഹലോ ഹലോ, കേക്കണില്ലേ? ഞാനേ ഒന്നും കേക്കണില്ല. ഹലോ, ഞാൻ ഒന്ന് പുറത്തിറങ്ങട്ടെ. ആ ആ ആ ഹലോ ഹലോ. ആ ആ ആ ആ എന്താപ്പോ എന്ന് ചെയ്യണതൊക്കെ തന്നെ ഞാനിവിടെ തുടക്കിയിരുന്നു. കിടക്കണ കിടപ്പങ്ങട് കണ്ടാ മതി. എടൊന്നും നനച്ചിട്ടില്ല. നടക്കലേനെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ശരിയാ. ഇല്ലല്ലേ? ഓ, പഴയ പോലെ സ്പീഡിലൊന്നും ഒന്നും നടക്കില്ലല്ലോ. ഇവിടത്തെ ജോലി തന്നെ തീരുന്നില്ല. എന്താവിടെ? അനിയത്തി വിളിച്ചു. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നീ എന്ത് ലോകകാര്യ അനുജത്തിയോട് പറയണ? ഇന്നലെയും വിളിച്ചല്ലോ.
അല്ല എന്റെ അസുഖം അങ്ങനെ. അവൾക്ക് അവിടെ വേണ്ടോളം പണി ഉണ്ടാവും, അത് അവള് ചെയ്തോട്ടെ. നീയോ അവിടെ ഈ നിലയ്ക്കാണ്. ഇതെന്തത്? അത് ഞാൻ തുടക്കായിരുന്നു, അപ്പഴാ ഫോൺ വന്നത്. ഒരു ചായന്റെ അടുത്തേ പറഞ്ഞാണ്ടല്ലോ. ആ അവിടൊക്കെ ചെളിയായല്ലോ. അവിടെ ഉണങ്ങിയിട്ടില്ല, എപ്പോഴാണ് തുടച്ചത്. ചാടുക്ക് ചാടുക്ക്. ഇതൊന്ന് തുടച്ചു കഴിഞ്ഞിട്ട് എന്നാ ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരട്ടെ? മതിയോ? ഈ ചായ കുടിക്കാൻ തോന്നുമ്പോഴല്ലേ കഴിക്കുക? ആ ഹലോ. ആ ആ സുഖായിരിക്കുന്നു. ആ ഞാൻ വിളിക്കാം കേട്ടോ. അമ്മാവാ വാ. അയ്യോ ഇരിക്കേ. കുടുംബത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ബോധമുള്ള ഒറ്റയായിരിക്കണം വീട്ടിലെ സ്ത്രീകളെ. അതെ അതെ. അമ്മായിനെ കണ്ടിട്ടുണ്ടോ നീ? അതൊക്കെ കണ്ടു വളർന്നില്ലേ നീ? എന്നിട്ടാണ് അവിടെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഉറക്കത്തുനിന്ന് കണ്ണു മിഴിച്ചാൽ കണി കാണുന്നത് എന്താണെന്ന് അറിയോ എനിക്ക്? ഈർക്കലിയും ഉമിക്കരിയും. അത് പിടിച്ച 2 കയ്യിൻ്റെ മുമ്പിലുണ്ടാവും. എനിക്കറിയാലോ. അതില്ലെങ്കിൽ അവള് വിവരം അറിയും. രാവിലെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നിരുന്നിട്ട് ഈ പത്രം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നിവർത്തുമ്പോഴേക്കും ഒരു കൈ ഇങ്ങനെ വരും, ആവി പറക്കണ ഒരു ചായ. എനിക്കറിയാലോ. അതില്ലെങ്കിലോ അവള് വിവരം അറിയും. ഉച്ച നേരത്ത് ഈ ഫാൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, ആ ഫാൻ അങ്ങോട്ട് നിന്നാൽ ഞാൻ വേർക്കില്ല. എന്താ കാരണം? ആ ഫാനിന്റെ ഇളക്കം ഇങ്ങനെ നിക്കണേന്റെ മുമ്പ് ഇവിടുന്ന് ഒരു തണുത്ത കാറ്റിങ്ങനെ വരും. എനിക്കറിയാലോ. നോക്കുമ്പോ എന്താ, അവൾ ആ വീശറി എടുത്ത് ഇങ്ങനെ വീശുന്നു. അതെ. ഇല്ലെങ്കിലോ വിവരം. കുടുംബത്തെ പെണ്ണുങ്ങളെ അങ്ങനെ വരച്ച വരയിൽ നിർത്താൻ പഠിക്കണം. ഇപ്പൊ എന്റെയൊക്കെ വീട്ടില് പുറത്തുനിന്ന് ഒരാള് വീട്ടിലേക്ക് വന്നു എന്ന് വെക്കാം, പറയും കൂടി വേണ്ട, ഇതേ ഒരു കൈ ഇങ്ങനെ അങ്ങോട്ട് വരും, ആവി പറക്കണ ചായ. മധുരം വേണ്ട കേട്ടോ. 2 ചായ എടുക്ക. അമ്മാവുന്നുണ്ട്. മധുരം ഉണ്ടാട്ടോ. കുടുംബത്തിലെ ആണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണേ. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നേരമായി? എന്താ ഒരു കൈ ഇങ്ങോട്ട് വരാത്ത? കുടുംബത്തിലെ ആണുങ്ങൾ സ്ട്രോങ് അല്ല. പറഞ്ഞാൽ അങ്ങോട്ട് കേക്കില്ല. എന്താ ചെയ്യാ? കുരുത്താൻ കേട്ടോളൂ. ആണുങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ നെഞ്ച് വിരിച്ച് നിക്കണേ, ഒടിഞ്ഞു തൂങ്ങിയിട്ടാ പോൾ. അനിയത്തിനെ കാണാൻ വന്നവര് ഏകദേശം ഉറച്ചിട്ടുണ്ട് കല്യാണം. എന്തായാലും നല്ല കാര്യായി, നടന്നു കിട്ടൂലോ വേഗം. ഇനിയിപ്പൊ നിങ്ങൾ അങ്ങോട്ടൊക്കെ പോണ ഇതില്ലേ? അടുത്ത ആഴ്ച പോണം. അടുത്ത ആഴ്ച എന്താ നീ ഉദ്ദേശിക്കണേ? എന്താ നിന്റെ പരിപാടി? ഒരു ചായ വെച്ച് നേരത്രേ നാണകർത്ത് ഇറങ്ങിയിരിക്കണോ? ഞാൻ എന്താച്ചണ്ടോ, ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട്. കല്യാണത്തിന്റെ? ഏത് കല്യാണം? അപ്പുറത്തെ കുട്ടിയുടെ കല്യാണം ഇത്ര. അതുകൊണ്ട് നീ അമ്മാവെന്നറിഞ്ഞോ? ഇല്ല. എങ്ങനെ നീ അറിയാ? നിനക്ക് നാട്ടുകാരെ അറിയല്ലോ വലുത്. ഒരു ചായ പറഞ്ഞ നേരത്രേ ആ ബക്കറ്റും ഇതോടൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തോ നീയേ? ചായ തിളക്കാൻ ഞാൻ എന്റെ നാക്കന്റെ വാല് കിടന്നോട്ടെ. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാകും, മനസ്സിലാക്കിക്കോ. ഒന്നിനും നിനക്ക് കോസിലില്ല ഒരു കാര്യത്തിനും. നീ എന്താ പഠിക്കാ? നീ ഞാനിപ്പോ എടുക്കാം. ഇതെടുക്കണേ. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല അനക്കണ്ടോ?
കുറച്ച് വലിയൊരു സോപ്പ് കിട്ടിട്ടെ അവിടെ കൂടെ. ആ ഉണ്ണിയെ പൈസ ഇല്ല, പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കണോ ഉണ്ണിയെ? എന്നാ പോണേ? ഒരു ഗൾഫുകാരനോടും നാട്ടിൽ വന്നോട്ടെ എന്നാ പോന്ന് ചോദിക്കാൻ പാടില്ല. എന്തെല്ലാം ചോദിക്കാനുണ്ട്? സുഖാണോ, ഗൾഫിൽ എങ്ങനെ, തണുപ്പുണ്ടോ, മഴയുണ്ടോ, വെയിലുണ്ടോ, എന്തെല്ലാം ചോദിക്കാൻ. ജോലി എങ്ങനെയുണ്ട് നിങ്ങളോട് എന്നെങ്കിലും ഞാൻ ചോദിച്ചോ? എപ്പാ പോന്ന് പറ. ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ഞങ്ങളുടെ അടുത്ത് കൊണ്ട് ഇട്ടാവട്ടത്തെ കിടന്ന് കളിക്കല്ലേ? എന്റെ മോയിതൊക്കെ ഞാൻ ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ആ ലീവിന് വരില്ല. ഈ ഒരു മാസം പെണ്ണ് കാണാൻ വേണ്ടിട്ടാണ് എന്റെ ആ ഒരു മാസം ചെലവഴിക്കല്. ഒന്നും നടക്കുന്നില്ല. ഇപ്രാവശ്യവും ശരിയായില്ല. എന്നാ പറയണ്ടത്, ഒരു ഗൾഫുകാരനെ പെണ്ണ് കൊടുക്കില്ല. നേരത്തെ ഒരു കച്ചവടക്കാരനെ പെണ്ണ് കൊടുക്കും. അല്ല, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ ആ മമ്മാലിക്കാരന്റെ പീടിയുണ്ടല്ലോ, ഒരു ഷട്ടർ ഞാൻ അങ്ങോട്ട് എടുത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ത്? ഉണ്ണീസ് ഫുട്വെയർ ഓപ്പണിംഗ് ഷോർട്ട്ലി. അപ്പൊ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാ? വേറെ പണിയില്ല, ഈട നിന്നിട്ടോ എന്റെ ജീവിതം കുട്ടിച്ചോറവനാ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയത് പുറത്തു പോയിട്ടാണ്. ഇതൊരു നമ്പറാണ്. ഈ നമ്പറിൽ അവർ പോകും. കച്ചവടക്കാരൻ പെണ്ണ് കൊടുക്കും. അത് ശരി. ഇത് കയ്യിലും ഞാനങ്ങോട്ട് പോകും. ഓളെ കൂട്ടാണ്ട. ഞാൻ എന്തിനാ ഓളെ കൂട്ടുന്നത്? അപ്പൊ ഇതിനെ കല്യാണം കഴിച്ച് അതൊരു എന്റർടൈൻമെന്റ് അല്ലേ. കല്യാണം കഴിച്ചിട്ട് ആരെല്ലാം ചോദിക്കും നീ കല്യാണം കഴിച്ചോ, നീ കല്യാണം കഴിച്ചു, ഞാൻ ചോദിക്കില്ലോ. അത് അവള് വേണ്ട. എനിക്ക് ചോദ്യങ്ങൾ പണ്ടേ ഇഷ്ടമല്ല. ഇനി എത്ര വില ഉണ്ടാവും, എപ്പം വന്നിനി, എന്തെന്നാക്കുന്നേ, എങ്ങനെ, അങ്ങനെ, ഇങ്ങനെ, ചൊങ്ങനെ. സുമേ, എന്തുണ്ട് വിശേഷം? വന്നല്ലേ, എന്നാ മടക്കോ? ഇപ്പൊ ഇവിടെ പറഞ്ഞതേല്ലോ. ഞാനിവിടെ വന്ന് കയറുമ്പോ എന്തിനാണ് ഇങ്ങനെ എപ്പം പോകുന്നത് ചോദിക്കുന്നത്? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സി ഞാൻ വിളിച്ചിട്ട് ഞാൻ ഈ സാധനമൊക്കെ അതിലെ ഡിക്കിലെടുത്ത് വെച്ച് ഞാൻ ഡോർ വന്നിട്ട് കയറാൻ പോകുമ്പോ ഓൻ എന്നെ വിളിക്കുന്നത് എപ്പാ പോന്ന്. ഈ സാധനം എടുത്ത് ഞാൻ താഴെ വെച്ചിട്ട് ഓനോട് പോവാൻ പറഞ്ഞ ഞാൻ ഈ നാട്ടുകാരനല്ലേ. എന്തായാലും ഒരു മാസം കഴിഞ്ഞ് പോകും. ചിക്കൻ മസാല വേണം. എന്റെ സ്വപ്നത്തിൽ ഇതുപോലത്തെ പെണ്ണ. തേങ്ങ വേണ്ട ഏട്ടാ കറിയിലേക്ക്? നമുക്ക് പുളിയിട്ട് വെക്കാം. അതെ, ഒരു 5 മുട്ട മേടിച്ചോ. മുട്ട എന്തിനാ? മുട്ട എന്നൊരു പുതിയ പരിപാടി ഉണ്ട്. ഹൈറ്റ് എത്രയുണ്ട്? എന്തിനാ? വെറുതെ ഒന്ന് പെട്ടെന്ന് സാധനം കൊടുത്തേ. മുട്ട ഒരു 5 മുട്ട. 5 മുട്ട ചിക്കൻ മസാല. സുമേ, ചേഞ്ച് അതിനുള്ളിലുണ്ട്, അത് എടുത്ത് കൊടുക്കട്ടാ. 54 ഉറുപ്പ്യ. എത്രയായി രാഘവേട്ടാ? 85. നേരത്തെ ഒരു 15 തരാൻ. അന്നത്താലേ വേറൊന്നും വേണ്ടല്ലോ? വേണ്ട, മതി. ഇതാ അങ്ങനെ ഒരു ആവാസനം കൂടെ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. എന്താ ഓന്റെ കഥങ്ങള് കണ്ടല്ലേ നിങ്ങള്? ഓന്റെ പൊരയില് ഓൻ ഭാര്യ ഓള് ഭർത്താവുക. ഓള് പറയണ പോലെ തേങ്ങ വേണോ മുളക് പൊടി വേണോന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുക. ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ട്, നമ്മളെ പോലത്തെ പെണ്ണില്ല. നമ്മളെ ശീതളിനെ കണ്ടുപിടിക്കണം. ഓൻ വരച്ച വരയില് ഓന്റെ ഓള് നിൽക്കും. അതിനപ്പുറം കടന്ന കളി വേറെയാണ്. അതാണ് ഭർത്താവ്.